ഇനി കോഴിക്കോട്ടേക്ക് ദീപക് തർമ്മടം ചേരുന്നു. നാഥുറാം ഗോഡ്സെയെ പ്രകീർത്തിച്ച കോഴിക്കോട് NIT പ്രൊഫസർ ഷൈജു ആണ്ടവൻ്റെ മൊഴി ഉടൻ രേഖപ്പെടുത്തും എന്നറിയുന്നു. അധ്യാപിക കോളേജിലെത്താത്തതുകൊണ്ട് NIT രജിസ്ട്രാർക്ക് പോലീസ് നോട്ടീസ് കൈമാറിയിട്ടുണ്ട്. ഈ അധ്യാപികയ്ക്കെതിരെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ദീപക് തർമ്മടം വിവരങ്ങളുമായി ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ ഈ ഷൈജ ആണ്ടവൻ ഇപ്പോൾ ക്യാമ്പസിൽ വരാതെ മുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ വിഷമവൃത്തത്തിലാണ്. ഇവരുടെ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി നിയമപരമായ നടപടികൾ, നോട്ടീസ് നൽകുക എന്നുള്ള നടപടിയിലേക്കാണ് കടന്നത്. ഇവരെ കാണാതെ ഒടുവിൽ കോളേജ് അധികൃതർക്കാണ് നോട്ടീസ് നൽകിയത്. ഏതായാലും ഇനി ഇവരുടെ സൈബർ വിവരങ്ങൾ വെച്ചുകൊണ്ട് ഇവരെ കണ്ടെത്തി മൊഴിയെടുക്കുക എന്നുള്ളതിലേക്ക് കടക്കേണ്ടി വരും കേരള പോലീസ്. അതിനുള്ള ശ്രമത്തിലാണ് പോലീസ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്നാൽ ഇതേ സമയം ഈ പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമാവുകയാണ്. ഇന്നലെ SFIയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പക്ഷേ എന്നാൽ ഇന്ന് 3 യുവജന സംഘടനകൾ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നു. DYFIയുടെ, യൂത്ത് കോൺഗ്രസിൻ്റെ, അതുപോലെ തന്നെ യൂത്ത് ലീഗിൻ്റെ. ഇങ്ങനെ 3 പ്രതിഷേധങ്ങളാണ് നടക്കുന്നത്. ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയുമുള്ള 3 യുവജന സംഘടനകൾ ഇന്ന് NITയിലേക്ക് മാർച്ച് നടത്തുന്നു. ഈ മാർച്ചിലെ പ്രധാനപ്പെട്ട ആവശ്യം ഈ ഷൈജ ആണ്ടവനെതിരെ കേസെടുക്കുക, അവരെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കേസെടുത്തു കഴിഞ്ഞു, പക്ഷേ ഇനി മൊഴി എടുക്കൽ, അതിനുശേഷമുള്ള വകുപ്പ് ചേർത്ത് അവരെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസ് സംശയിക്കുന്നത് ഇവർ ഒരാവേശത്തിൽ ഒരു പോസ്റ്റ് ഇട്ടതാണോ, മറ്റ് ഇതര സംഘടനാ ബന്ധം ഇവർക്ക് എന്താണ് എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും രീതിയിൽ രാജ്യവിരുദ്ധമായ, ദേശവിരുദ്ധമായ പ്രവർത്തനങ്ങളുടെ പ്രചരണം ഏറ്റെടുക്കുന്ന പ്രവർത്തനത്തിലേക്ക് ഏർപ്പെട്ടതിൻ്റെ ഭാഗമാണോ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റർ എന്നുള്ളതാണ്. പ്രാഥമികമായി പോലീസ് അത്തരത്തിലുള്ള പരിശോധനയിലേക്ക് കടന്നിട്ടുണ്ട്. ഇവരുടെ നാട്ടിലുള്ള വിവരങ്ങൾ, മറ്റ് സൈബർ വിവരങ്ങളെല്ലാം ശേഖരിക്കുകയാണ്. ഏതായാലും ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമേ പോലീസിന് തുടർ നടപടിയിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോലീസ് കടന്നേക്കും. ഏതായാലും അതിനുള്ള സമയമാണ് പോലീസ് ഇപ്പോൾ എടുക്കുന്നത്. ഇന്ന് ഇപ്പോൾ 3 മാർച്ചുകൾ NITയിലേക്ക് നടക്കുന്നു. കൂടുതൽ ശക്തമാവുകയാണ് സമരം. SKN. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മടം.